ആ വേദിയിൽ ഇന്നലെ സംവിധായകനും അല്ലെങ്കിൽ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ടുള്ള മേജർ രവി എത്തിയിട്ടുണ്ടായിരുന്നു എക്സ്പോ വേദിയിൽ. അദ്ദേഹം അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സന്ദീപ് ഭാര്യരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സന്ദീപ് ഭാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെറ്റായി പോയി എന്നുള്ള അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം സന്ദീപ് ഭാര്യ നടത്തേണ്ടിയിരുന്നില്ല എന്ന് തുറന്നു പറയുകയായിരുന്നു മേജർ രവി. ഇന്നലെ പാർട്ടി ഒരു കേഡർ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരികയാണ് എന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി കേവലം 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP നേതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മേജർ രവി നമ്മളോടൊപ്പം ചേരുന്നത്. പാലക്കാട് ഇപ്പോൾ എത്ര ശതമാനം BJP വിജയിച്ചു കഴിഞ്ഞു? 100%. നിങ്ങൾക്കിത് മനസ്സിലായി ഇവിടെ വന്നു? യെസ്, അതിപ്പോഴല്ല, ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒരു 3-4 പ്രാവശ്യം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം BJP ഒരു സൈഡിൽ, ബാക്കി 2 പാർട്ടിയും കൂടെ ഒരു പാർട്ടി. കാരണം ഒരു കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തി ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരനും അപ്പുറത്തൊരു കോൺഗ്രസ്സുകാരനും. അപ്പോൾ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എതിർക്കുന്നത് BJP വേഴ്സസ് CPM ആൻഡ് കോൺഗ്രസ്. പാലക്കാട് നിന്നൊരു MLA എന്നുള്ളത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ്. ഈ പാലക്കാടിൽ നിന്നൊരു MLA നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ 1.5 വർഷം കൊണ്ട് സെൻട്രലിൽ നിന്ന് കഴിയുന്നിടത്തോളം ഡെവലപ്മെൻറ്റ് ഇവിടെ പാലക്കാടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് കൃഷ്ണകുമാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പോകാൻ പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഒരു വിവാദങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലം അവർ പൂർത്തിയാക്കുകയായിരുന്നു. അതിനിടയിലാണ് സന്ദീപ് വാര്യർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. സത്യത്തിൽ അത് ഒഴിവാക്കാമായിരുന്നായിരുന്നില്ല? ഡെഫിനറ്റായിട്ടും അതിന് ഞാൻ ഒരിക്കലും അത് സന്ദീപിനെ സപ്പോർട്ട് ചെയ്യുക ഡിപ്പോർട്ട് ചെയ്യുകയെല്ലാം ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഹി കുഡ് ഹാവ് ഹെൽഡ് ദ തിങ്. അപ്പം പറയുന്ന സമയത്ത് അത് ഇപ്പോൾ ഇല്ല അതെല്ലാം ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റ് സന്ദീപിനെ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. വയനാട്ടിൽ കംപ്ലീറ്റ് ഇൻചാർജായിട്ട് കൊടുത്താണ് ലോക്സഭാ ഇലക്ഷനിൽ. അപ്പോൾ ഹി കുഡ് ഹാവ് അവോയ്ഡഡ്. അപ്പോൾ അത് ഏതായാലും ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയം ആണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യായിരുന്നു. ദാറ്റ് ഈസ് അപ് ടു ദ ഇൻഡിവിജ്വൽ. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ പക്ഷേ ഒരു പാർട്ടി നേതാവ് കാഡർ പാർട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ പല ലിമിറ്റേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഹി കുഡ് ഹാവ് അവോയ്ഡഡ്. അറിയിച്ചിരുന്നോ വ്യക്തിപരമായി? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം സന്ദീപിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ചില സമയത്ത് വെച്ചാൽ ഇൻഡിവിജ്വലിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചിലപ്പം ഒന്ന് ബാക്ക് സീറ്റ് എടുക്കണം. താങ്ക് യു സർ. അദ്ദേഹം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.